ചേട്ടാ 7 മക്കള്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും മക്കളെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ്, സ്കൂളിൽ ചേർക്കണം, പിന്നെ സീസണലായിട്ട് വരുന്ന അസുഖങ്ങൾ, അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ആൾക്കാരുടെ വിചാരം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് പിയർ പ്രഷറാണ്. നമുക്കൊരു 3 മക്കളോ അതിന് മേലേക്കോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അപ്പം കളിയാക്കാൻ തുടങ്ങും, ഇവന് ഇത് തന്നെയാണ് പണി എന്നുള്ള രീതിയിൽ. ഹൗ ഡിഡ് യു മാനേജ് ദിസ്? ഹൗ ഡിഡ് യു ടാക്കിൾ ഓൾ ദീസ് പ്രോബ്ലംസ്? ഇത് ഈ പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എൻ്റെ 4ാമത്തെ കൊച്ചിനെ അവള് പ്രഗ്നന്റ് ആയപ്പോൾ മുതൽ ഞാൻ കേട്ടു തുടങ്ങിയൊരു വിഷയമാണ് ഈ നിങ്ങൾക്ക് തന്നെയാണ് പണി, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ. ഈവൻ ഇവിടെയുള്ള പല സർക്കാർ ഹോസ്പിറ്റലുകളിലും പോകുമ്പോൾ അവളോട് വളരെ സീക്രട്ടായിട്ട് ചോദിക്കും, അല്ല അപ്പൊ മോൾക്ക് ഇതിന്റെ സൂത്രമൊന്നും അറിയില്ലേ എന്നൊക്കെ ചോദിക്കരുത്. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ചിരുന്നു. കാരണം അവള് പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടായ കുഞ്ഞുങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് ദിവസം തീരെ പ്രതീക്ഷയില്ലല്ലോ എന്നൊരു ചെറിയൊരു ഷോക്ക് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അത് കൈയോടെ മറക്കാക്കാം. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അന്ന് എൻ്റെ ഒരു 4ാമത്തെ കുഞ്ഞ് 5ാമത്തെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇത്രയും കൺവിക്ഷനിലൊന്നുമല്ല ആയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്താഗതികളിലും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആലോചിക്കുന്നൊരു വചനമുണ്ട്, അത് ഇംഗ്ലീഷ് ബൈബിളിലാണ് ഇത് കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ളത്. ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ഓഫ് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു പരിഭാഷപ്പെടുത്തുമ്പോൾ അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് അവകാശമായി കിട്ടുന്നത്, അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ഒന്ന്, അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു സംഗതിയായിട്ട് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ആലോചിച്ചത് കർത്താവ് നമുക്ക് കർത്താവിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ അധികമായിട്ട് കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്. അല്ലേ? സമാനമായിട്ട് തരാം. അല്ലെ, നമ്മുടെ മക്കളെ വേറൊരാളെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോകണമെങ്കിൽ നമുക്ക് അവനെ വിശ്വാസം ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ വേറെ വഴി കാണുന്നവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതൊരു ബ്ലെസ്സിങ് ആണ് എന്ന് ബൈബിള് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമല്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൈവം എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് കുറച്ച് ഡേഞ്ചറാണ്.